നമസ്കാരം, ദൃഢത്തിലേക്ക് സ്വാഗതം. ഉക്രൈനിലെ ഏറ്റവും പുതിയ മാരകമായ ആക്രമണങ്ങളുടെ പ്രത്യാഘാതങ്ങൾ, ജിയാനി ഇൻഫാന്റിനോയുടെ നേതൃത്വത്തിലുള്ള ഫിഫയുടെ ഭാവി, ബഹ്റൈനും സുഡാനും തമ്മിലുള്ള മാറിക്കൊണ്ടിരിക്കുന്ന നയതന്ത്ര ബന്ധം എന്നിവയാണ് ഇന്നത്തെ പ്രധാന വാർത്തകൾ. കീവിൽ തുടരുന്ന പ്രതിസന്ധിയോടെ നമുക്ക് വാർത്തകളിലേക്ക് കടക്കാം. ഫിഫയുടെ തലപ്പത്ത് ജിയാനി ഇൻഫാന്റിനോ തന്നെ തുടരും. സംഘടനയിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ പൂർണ്ണ പിന്തുണ ഉറപ്പാക്കിയതിന് പിന്നാലെയാണ് ഈ തീരുമാനം. പ്രസിഡന്റിന്റെ സ്വകാര്യ നിക്ഷേപങ്ങളെച്ചൊല്ലി വലിയ വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഈ നീക്കം. ഓഹരി ഉടമകളിൽ നിന്നും ഭരണനിർവഹണ നിരീക്ഷകരിൽ നിന്നും കടുത്ത വിമർശനങ്ങൾ നേരിട്ടതിന് പിന്നാലെ വിവാദമായ സാമ്പത്തിക ഇടപാടുകളിൽ സംഭവിച്ച വീഴ്ചകൾക്ക് ഇൻഫാന്റിനോ ഔദ്യോഗികമായി മാപ്പ് പറഞ്ഞു. ബിബിസിയും അൽ ജസീറയും റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഫിഫയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചകളിൽ പ്രസിഡന്റിനെ മാറ്റേണ്ടതില്ലെന്ന തീരുമാനമാണ് ഉണ്ടായത്. സംഘടനയിലെ സുതാര്യതയും ധാർമ്മിക നിലവാരത്തെയും ചൊല്ലി വലിയ ചർച്ചകൾ നടക്കുമ്പോഴും ഈ വീഴ്ചകൾ സ്ഥാനമൊഴിയാൻ മാത്രം ഗൗരവമുള്ളതല്ലെന്നാണ് ഫിഫയുടെ നിലപാട്. വെളിപ്പെടുത്താത്ത നിക്ഷേപങ്ങൾ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് താൽപര്യ സംഘർഷങ്ങൾക്ക് കാരണമായെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. പ്രസിഡന്റിന്റെ ഖേദപ്രകടനവും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ വിശ്വാസ് വോട്ടും ലഭിച്ചതോടെ ഈ വിഷയം അവസാനിച്ചതായി ഫിഫ് അധികൃതർ അറിയിച്ചു. എങ്കിലും ലോക ഫുട്ബോൾ ഭരണസമിതിയുടെ നിലവിലെ ഭരണഘടനയെക്കുറിച്ചുള്ള ആശങ്കകൾ ഇപ്പോഴും തുടരുകയാണ്. വരാനിരിക്കുന്ന ടൂർണമെന്റുകളുടെ തയ്യാറെടുപ്പുകളിലും ഭരണപരമായ പരിഷ്കാരങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇൻഫാന്റിനോ തന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തുടരുമെന്ന് ജർഹത്ത് റിപ്പോർട്ട് ചെയ്യുന്നു. ബഹ്റൈൻ വിദേശകാര്യമന്ത്രി അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽസയാനി സുഡാൻ വിദേശകാര്യമന്ത്രി മൊഹിയുദ്ദീൻ സലീമുമായി ഇന്ന് ടെലിഫോണിൽ സംസാരിച്ചു. മേഖലയിലെ ഏറ്റവും പുതിയ സംഭവവികാസങ്ങൾ ഇരുവരും ചർച്ച ചെയ്തതായി ഖത്തർ വാർത്താ ഏജൻസിയായ ക്യുഎന് റിപ്പോർട്ട് ചെയ്തു. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും മേഖലയിലെ നിലവിലെ സുരക്ഷാരാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചും ചർച്ചകളിൽ ഊന്നൽ നൽകി. അറബ് ലോകം നേരിടുന്ന വെല്ലുവിളികൾ മറികടക്കാൻ ആശയവിനിമയ മാർഗങ്ങൾ സജീവമായി നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യം ഇരു മന്ത്രിമാരും എടുത്തുപറഞ്ഞു. മേഖലയിലെ കാര്യങ്ങളിൽ ബഹ്റൈൻ നടത്തുന്ന സജീവമായ നയതന്ത്ര ഇടപെടലുകളും സ്ഥിരത ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര പങ്കാളികളുമായി സഹകരിക്കാനുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധതയുമാണ് ഈ ഫോൺ സംഭാഷണം വ്യക്തമാക്കുന്നത്. ചർച്ച ചെയ്ത പ്രാദേശിക പ്രതിസന്ധികളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ലെങ്കിലും മേഖലയിലെ സുരക്ഷാ സഹകരണത്തിലുള്ള ഇരുരാജ്യങ്ങളുടെയും താൽപര്യമാണ് ഈ കൂടിക്കാഴ്ച പ്രതിഫലിപ്പിക്കുന്നത്. ഗൾഫ് മേഖലയിൽ നയതന്ത്ര നീക്കങ്ങൾ സജീവമാകുന്ന സാഹചര്യത്തിലാണ് മനാമയും ഖാർത്തൂമും തമ്മിലുള്ള ഈ ചർച്ച നടന്നിരിക്കുന്നത്. വിവിധ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാനും തന്ത്രപ്രധാനമായ വിഷയങ്ങളിൽ ഒരേ നിലപാട് തുടരാനും ഇരു നേതാക്കളും തീരുമാനിച്ചു. പൊതുവായ വിഷയങ്ങളിൽ തുടർന്നും കൂടിയാലോചനകൾ നടത്തുമെന്ന ഉറപ്പോടെയാണ് ചർച്ച അവസാനിച്ചത്. കൂടുതൽ വാർത്തകൾക്കായി ദൃഢമായി തുടരുക. കുവൈത്തിലെ വിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള വിദേശ നിക്ഷേപത്തിൽ വലിയ ഇടിവ് രേഖപ്പെടുത്തിയതായി കുവൈത്ത് ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ അതോറിറ്റിയുടെ പുതിയ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. 2025 സാമ്പത്തിക വർഷത്തെ കണക്കുകൾ പ്രകാരം രാജ്യത്തെ വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യങ്ങളിലേക്കും സ്വകാര്യ സ്കൂൾ മേഖലയിലേക്കുമുള്ള നിക്ഷേപങ്ങളിൽ വലിയ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. അറബ് ടൈംസ് കുവൈത്തിന്റെ റിപ്പോർട്ട് പ്രകാരം മാറിക്കൊണ്ടിരിക്കുന്ന വിപണി സാഹചര്യങ്ങളും പ്രാദേശിക സാമ്പത്തിക മുൻഗണനകളിലെ മാറ്റവുമാണ് നിക്ഷേപകരുടെ താൽപര്യം കുറയാൻ കാരണമെന്ന് വിലയിരുത്തപ്പെടുന്നു. വിജ്ഞാന കൈമാറ്റത്തിനും ശേഷി വർദ്ധിപ്പിക്കുന്നതിനുമായി അന്താരാഷ്ട്ര പങ്കാളിത്തം ലക്ഷ്യമിട്ടിരുന്ന വിദ്യാഭ്യാസ മേഖലയിൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് നിക്ഷേപത്തിന്റെ വേഗത നിലനിർത്താൻ സാധിച്ചിട്ടില്ലെന്ന് KDIPA ചൂണ്ടിക്കാട്ടുന്നു. നിലവിലെ നിയന്ത്രണ ചട്ടങ്ങളും ഗൾഫ് മേഖലയിലെ മറ്റ് രാജ്യങ്ങളുമായുള്ള കടുത്ത മത്സരവുമാണ് നിക്ഷേപം കുറയാൻ കാരണമെന്ന് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ദീർഘകാല വികസന പദ്ധതികളുടെ ഭാഗമായി സമ്പദ്വ്യവസ്ഥയെ വൈവിധ്യവത്കരിക്കാനുള്ള ശ്രമങ്ങൾ കുവൈത്ത് തുടരുമ്പോൾ വിദ്യാഭ്യാസ മേഖലയിലെ ഈ പ്രകടനം നേരൂപകർത്താക്കൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. വരും പാദങ്ങളിൽ ഈ പ്രവണതയിൽ മാറ്റമുണ്ടാകുമോ എന്നതിനെക്കുറിച്ച് അതോറിറ്റി ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. എങ്കിലും കുവൈത്തിന്റെ സാമൂഹിക അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വിദേശ പങ്കാളിത്തം നേരിടുന്ന പ്രതിസന്ധികളിലേക്കാണ് ഈ കണക്കുകൾ വിരൽ ചൂണ്ടുന്നത്. ധഡ്രതിനു വേണ്ടി റിപ്പോർട്ട്. കീവിൽ തുടർച്ചയായുണ്ടാകുന്ന മാരകമായ ആക്രമണങ്ങൾക്ക് പിന്നാലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലെ ഇന്റർസെപ്റ്ററുകളുടെ കടുത്ത ക്ഷാമം സാധാരണക്കാരുടെ മരണനിരക്ക് വർദ്ധിപ്പിക്കുമെന്ന് യുക്രൈൻ മുന്നറിയിപ്പ് നൽകുന്നു. ബിബിസി റിപ്പോർട്ട് പ്രകാരം പാട്രിയറ്റ് പോലുള്ള സംവിധാനങ്ങൾക്കുള്ള ആയുധശേഖരം തീർന്നത് രാജ്യത്തിന്റെ വ്യോമമേഖലയെ കൂടുതൽ ദുർബലമാക്കിയിരിക്കുകയാണ്. ഇത് റഷ്യൻ മിസൈലുകൾക്ക് നഗരപ്രദേശങ്ങളിലേക്ക് കൂടുതൽ എളുപ്പത്തിൽ കടന്നുകയറാൻ അവസരമൊരുക്കുന്നു. ഈ അത്യാധുനിക ഇന്റർസെപ്റ്ററുകൾ ലഭ്യമല്ലാത്തത് യുക്രൈനിന്റെ ബഹുതല വ്യോമ പ്രതിരോധ ശൃംഖലയുടെ കാര്യക്ഷമതയെ സാരമായി ബാധിച്ചുവെന്നും ഇത് ജനവാസ മേഖലകളെയും പ്രധാന അടിസ്ഥാന സൗകര്യങ്ങളെയും പൂർണ്ണമായും അപകടത്തിലാക്കുന്നുവെന്നും സൈനിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു.
ആയുധങ്ങൾ അടിയന്തരമായി എത്തിച്ചു നൽകണമെന്ന് യുക്രൈൻ സർക്കാർ അന്താരാഷ്ട്ര പങ്കാളികളോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിലെ ആയുധക്ഷാമം സാധാരണക്കാരുടെ സുരക്ഷയെ നേരിട്ട് ബാധിക്കുന്നുണ്ടെന്ന് അവർ ഊന്നിപ്പറയുന്നു. പാശ്ചാത്യ സഖ്യകക്ഷികൾ പിന്തുണ തുടരുമെന്ന് ഉറപ്പുനൽകിയിട്ടുണ്ടെങ്കിലും ഈ പ്രത്യേക മിസൈലുകൾ കണ്ടെത്തുകയും എത്തിക്കുകയും ചെയ്യുന്നതിലെ സാങ്കേതിക വെല്ലുവിളികൾ വലിയൊരു ആശങ്കയായി തുടരുന്നു. ദൂരപരിധി കൂടിയ ആക്രമണങ്ങൾ കുറയാത്ത സാഹചര്യത്തിൽ കൂടുതൽ ആയുധങ്ങൾ ലഭ്യമാക്കാൻ കീവിലെ നേതൃത്വത്തിന് മേൽ സമ്മർദ്ദം ഏറുകയാണ്. പ്രതിരോധ സംവിധാനങ്ങളുടെ അഭാവം നിലവിലെ സംഘർഷത്തിൽ നിർണായക ഘടകമായി തുടരുമ്പോൾ വരും ആഴ്ചകളിൽ ഇന്റർസെപ്റ്ററുകളുടെ വിതരണ ശൃംഖല സ്ഥിരപ്പെട്ടില്ലെങ്കിൽ മാനുഷിക ദുരന്തം വർദ്ധിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. വേണ്ടി സ്പേസ് എക്സ് ഫാൽക്കൺ 9 റോക്കറ്റിന്റെ അവശിഷ്ടം ചന്ദ്രനിൽ പതിച്ചതിനെ തുടർന്നുണ്ടായ ഗർത്തത്തിന്റെ ചിത്രങ്ങൾ പകർത്താൻ നിലവിൽ പദ്ധതിയില്ലെന്ന് നാസ സ്ഥിരീകരിച്ചു. BBC റിപ്പോർട്ട് പ്രകാരം ചന്ദ്രന്റെ ദൂരെയുള്ള വശത്താണ് ഈ ഗർത്തം സ്ഥിതി ചെയ്യുന്നത്. നാസയുടെ ലൂണാർ റിക്കണൈസൻസ് ഓർബിറ്ററിന്റെ ഭ്രമണപഥത്തിന് പുറത്താണ് ഈ പ്രദേശം എന്നതിനാലാണ് ചിത്രങ്ങൾ പകർത്താത്തതെന്ന് അധികൃതർ വ്യക്തമാക്കി. ഉപരിതലത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ പകർത്താൻ ഓർബിറ്ററിന് സാധിക്കുമെങ്കിലും ഈ പ്രത്യേക കൂട്ടിയിടിയിൽ ശാസ്ത്രീയമായ മൂല്യം കുറവാണെന്നാണ് നാസയുടെ വിലയിരുത്തൽ. റോക്കറ്റിന്റെ ഭാഗത്ത് ശാസ്ത്രീയ ഉപകരണങ്ങളോ മറ്റ് പ്രധാനപ്പെട്ട വസ്തുക്കളോ ഉണ്ടായിരുന്നില്ല എന്നതാണ് ഇതിന് കാരണം. 2015 ഒരു ദൗത്യത്തിനു ശേഷം ബഹിരാകാശത്ത് ഉപേക്ഷിക്കപ്പെട്ട റോക്കറ്റിന്റെ ഭാഗം 2022 മാർച്ചിലാണ് ചന്ദ്രനിൽ പതിച്ചത്. തുടക്കത്തിൽ ഇതൊരു ചൈനീസ് ദൗത്യത്തിന്റെ ഭാഗമാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്നെങ്കിലും പിന്നീട് നടത്തിയ പരിശോധനയിൽ ഇത് സ്പേസ് എക്സിന്റെ ഭാഗമാണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. ഈ പ്രദേശം വളരെ വിദൂരമായ ഒന്നായതിനാലും ചന്ദ്രനിലെ മറ്റ് പ്രവർത്തനങ്ങളെ ഇത് ബാധിക്കാത്തതിനാലും മറ്റ് ദൗത്യങ്ങൾക്കാണ് ബഹിരാകാശ ഏജൻസികൾ ഇപ്പോൾ മുൻഗണന നൽകുന്നത്. അതിനാൽ ഈ ഗർത്തത്തിന്റെ വ്യക്തമായ ചിത്രങ്ങൾക്കായി കാത്തിരിക്കേണ്ടതില്ലെന്ന് അധികൃതർ അറിയിച്ചു. നിലവിലുള്ള ഉപഗ്രഹങ്ങളെ ഇത്തരം കാര്യങ്ങൾക്കായി തിരിച്ചുവിടുന്നതിന് പകരം കൂടുതൽ പ്രധാനപ്പെട്ട ഗവേഷണ ദൗത്യങ്ങൾക്കാണ് നാസ മുൻഗണന നൽകുന്നത്. വേണ്ടി ബ്യൂറോ റിപ്പോർട്ട്. ഹെൽക്ക മുൻ എഡിറ്റർ ഇൻ ചീഫ് തരുൺ തേജ്പാലിനെതിരായ ലൈംഗികാതിക്രമം കേസിൽ നിർണായക വിധിയുമായി ബോംബെ ഹൈക്കോടതിയുടെ ഗോവ ബെഞ്ച്. 2021 തേജ്പാലിനെ കുറ്റവിമുക്തനാക്കിയ വിചാരണ കോടതിയുടെ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. അദ്ദേഹത്തെ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. ശിക്ഷാവിധി ഇന്ന് വൈകുന്നേരം പ്രഖ്യാപിക്കുമെന്നാണ് BBC റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ജസ്റ്റിസ് ഡോ. നീല ഗോഖലെ, ജസ്റ്റിസ് അമിത് ജംദാർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിധി പുറപ്പെടുവിച്ചത്. ജൂലൈ 30 വാദം പൂർത്തിയായതിനെ തുടർന്ന് വിധി പറയാനായി മാറ്റിവെക്കുകയായിരുന്നു. 2013 നവംബറിൽ ഗോവയിൽ നടന്ന തിങ്ക് ഫെസ്റ്റ് പരിപാടിക്കിടെ ഹോട്ടൽ ലിഫ്റ്റിൽ വെച്ച് സഹപ്രവർത്തകയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നതാണ് കേസ്. സംഭവത്തെക്കുറിച്ചുള്ള ഇമെയിലുകൾ പുറത്തായതോടെയാണ് വിഷയം പുറംലോകമറിഞ്ഞത്. 2021 മെയ് മാസത്തിൽ വിചാരണ കോടതി തേജ്പാലിനെ വെറുതെ വിട്ടിരുന്നെങ്കിലും ഹൈക്കോടതി ഇപ്പോൾ ആ വിധി തിരുത്തുകയായിരുന്നു. ഇന്ത്യൻ മാധ്യമരംഗത്തെ പ്രമുഖനായ തരുൺ തേജ്പാൽ 1980 ഇന്ത്യൻ എക്സ്പ്രസിലൂടെയാണ് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. 3 പതിറ്റാണ്ടിലേറെ നീണ്ട കരിയറിൽ ഇന്ത്യ ടുഡേ, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ ഉന്നത പദവികൾ വഹിച്ച ശേഷമാണ് അദ്ദേഹം തെഹൽക്ക സ്ഥാപിച്ചത്. ഒരു ദശാബ്ദത്തോളമായി പൊതുസമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ച കേസാണ് ഇപ്പോൾ പുതിയ വഴിത്തിരിവിലെത്തിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ഡെൽറ്റനൊപ്പം തുടരുക. ഉക്രൈനിന്റെ കരിങ്കടൽ തീരപ്രദേശത്തിന് നേരെയുള്ള സൈനിക ആക്രമണം റഷ്യ ശക്തമാക്കി. ഒഡേസയിലെ തുറമുഖ സൗകര്യങ്ങൾക്കും കപ്പലുകൾക്കും വലിയ നാശനഷ്ടങ്ങളാണ് ഇതിലൂടെ സംഭവിച്ചിരിക്കുന്നത്. BBC റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് അടുത്തിടെയുണ്ടായ തുടർച്ചയായ ആക്രമണങ്ങളിൽ കപ്പലുകൾ കത്തിനശിക്കുകയും തുറമുഖ സൗകര്യങ്ങൾ തകരുകയും ചെയ്തു. ഇത് മേഖലയിലെ സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നതിന്റെ സൂചനയാണ്. തെക്കൻ തീരത്തെ നിർണായകമായ ലോജിസ്റ്റിക്സ് സംവിധാനങ്ങളെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ആക്രമണങ്ങൾ നടത്തുന്നതെന്ന് കരുതപ്പെടുന്നു. ഇത് കരിങ്കടലിലെ സുരക്ഷാ സാഹചര്യത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നു. യുദ്ധം തുടങ്ങിയതുമുതൽ ഈ തുറമുഖ നഗരം പലതവണ വ്യോമാക്രമണങ്ങൾക്ക് ഇരയായിട്ടുണ്ടെങ്കിലും ഉക്രൈനിന്റെ ശേഷിക്കുന്ന നാവിക ആസ്തികളെ പൂർണ്ണമായും തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നിലവിലെ ആക്രമണങ്ങൾ എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. തുറമുഖങ്ങളും കപ്പലുകളും നശിക്കുന്നത് ദീർഘദൂര കൃത്യതയാർന്ന ആക്രമണങ്ങൾക്ക് തീരപ്രദേശം എത്രത്തോളം ദുർബലമാണെന്ന് വ്യക്തമാക്കുന്നു. സംഘർഷം തുടരുമ്പോൾ ഒഡേസയുടെ തന്ത്രപ്രധാനമായ പ്രാധാന്യം ഇരുപക്ഷവും തമ്മിലുള്ള പോരാട്ടത്തിന്റെ കേന്ദ്രബിന്ദുവായി തുടരുകയാണ്. തുടർച്ചയായ ബോംബാക്രമണം പ്രാദേശിക വിതരണ ശൃംഖലയുടെ സ്ഥിരതയും തീരപ്രദേശത്തെ സാധാരണക്കാരുടെ സുരക്ഷയും ബാധിക്കുന്നതിനാൽ അന്താരാഷ്ട്ര നിരീക്ഷകർ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചുവരികയാണ്. തുറമുഖത്തിന്റെ പ്രവർത്തനക്ഷമതയ്ക്ക് സംഭവിച്ച നാശനഷ്ടങ്ങളുടെ വ്യാപ്തി പ്രാദേശിക അധികൃതർ വിലയിരുത്തി വരികയാണ്. വേണ്ടി വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം.
ലോകമെമ്പാടുമുള്ള ഏറ്റവും കൃത്യമായ വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപേ സത്യസന്ധത ഉറപ്പുവരുത്തുന്നു.